ഗൈസ്, അപ്പം ഞാൻ ലിപ്സ്റ്റിക് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മുടെ ജുഡയിൽ നിന്ന്. അപ്പം ഞാൻ പാർട്ട് 1 വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ ആരും മറക്കരുതേ. അങ്ങനെ ഞാൻ നമ്മുടെ ലിപ്സ്റ്റിക് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒരു കാര്യം ഓർത്തു കേട്ടോ. ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ട് പോരും. ഇപ്പോൾ ടൗളിൽ മുഴുവൻ ഞാനത് ഫുൾ തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഗേൾസ്. അങ്ങനെ ഞാൻ ലിപ്സൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ട്രൈ മീ എന്ന് പറഞ്ഞിട്ട് വേറെ ലിപ്സ്റ്റിക്കുകളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ അങ്ങനെ ഒരു ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ന്യൂഡ് കളേഴ്സാണ് കൂടുതൽ ഇഷ്ടം. ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് എനിക്ക് ഇടുന്ന ഇഷ്ടമല്ല കേട്ടോ. അപ്പം ന്യൂഡാകുമ്പോൾ നല്ല രസമായിരിക്കും കാണാനും. അങ്ങനെ ഞാനൊരു കളർ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് വലിയ രസമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കണ്ടില്ലേ ഗായ്സ്, എന്തോ പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലിപ്സ്റ്റിക്ക് നമുക്ക് തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് ടൈം പിടിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നോക്കി നമുക്ക് എടുക്കുന്നതിൻ്റെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ കറക്റ്റായിട്ട് പറ്റിയ കളർ നമ്മുടെ അടുത്ത് ഓരോന്നിൻ്റെ ഓരോ ഷെയ്ഡുകൾ നമ്മുടെ അടുത്ത് എല്ലാത്തിൻ്റെ വേണം. അപ്പോൾ എൻ്റെ അടുത്ത് ആക്ച്വലി ഇല്ലാത്തൊരു ഷെയ്ഡാണ് ഞാനിന്ന് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്തെടുക്കേണ്ട ഒരു അത്യാവശ്യം കൂടിയുണ്ട് ഗായ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും എന്നിട്ട് നമ്മുടെ സ്റ്റുഡിയോയിലെല്ലാം ട്രൈ മീ ആയതുകൊണ്ട് തന്നെ പുതിയ ലിപ്സ്റ്റിക്കുകളും കൂടി പൊട്ടിച്ച് കൊളമാക്കിയാണ് ഇട്ടിരിക്കുന്നത്. എനിക്കിത് കണ്ടപ്പോൾ സത്യമായിട്ട് എനിക്ക് വിഷമമായിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ അലങ്കോലാക്കി ഇട്ടേക്കാണ്. എന്തിനാണ് ഇങ്ങനെ നശിപ്പിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. യൂസ് ചെയ്യാം, പക്ഷേ അത് നശിപ്പിക്കുന്ന അത്ര നല്ല സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എന്തും നമ്മൾ ചെയ്യുവാണെങ്കിൽ വൃത്തി മെനയൊക്കെ വേണ്ടേ. അങ്ങനെ നമ്മൾ 4 പേർക്ക് ഓരോ ലിപ്സ്റ്റിക്കുകൾ ഇപ്പം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അങ്ങനെ ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഇനി ജീൻസാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മുടെ വാവാറ്റയും പൈങ്കിളിയും മമ്മ ഓരോ കാർഗോ ജീൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊന്ന് പർച്ചേസ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പം ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മച്ചീനെ നമ്മൾ കാണിക്കുകയാണ് നമ്മൾ എടുക്കാൻ പോകുന്ന ജീൻസിനെ പറ്റിയിട്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവരിത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ഡ്രസ്സിങ് റൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ എന്നെ പുറത്താക്കിയിട്ട് അടയ്ക്കാൻ നോക്കി, പക്ഷേ ഞാൻ സമ്മതിക്കുമോ. അങ്ങനെ റൂം നമ്പർ 1 നമ്മൾ കയറിയിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ഇത് ഗൈസ്, ഡ്രസ്സൊക്കെ അഴിച്ച് കാണിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ കൊച്ചിതേ നമ്മുടെ കാർഗോ ജീൻസ് ഇട്ട് കൊച്ച് ഭയങ്കര പട്ടി ഷോ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊച്ചിന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അവിടെ ജീൻസ്. അപ്പോൾ മകൻ മൊത്തം ഹെയർ ഡാൻസ് ആണ് മകൻ ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കരക്ക് അവളെ ജീൻസ് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ മമ്മ അടുത്തതായിട്ട് നമ്മുടെ ബ്ലാക്ക് ജീൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മയ്ക്ക് ഫസ്റ്റ് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ അമ്മ പറയുന്നു മമ്മയ്ക്ക് ഇത് കംഫർട്ടല്ല, ഒരു രസമല്ല, മമ്മയ്ക്ക് ഇനി ബ്ലൂ കളർ മതി, ഇതൊരു എന്താ പറയുക ബ്ലാക്ക് അത്ര നമുക്ക് പിടിച്ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ വാവാറ്റി അടുത്ത് നമ്മുടെ ബ്രൗൺ കളറുള്ള ജീൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര വൈഡ് ലെഗാന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല. ഇപ്പം എല്ലാവരും പാവാടയാക്കിയല്ലേ നമ്മുടെ ജീൻസ് ഇടുന്നത്. അങ്ങനെ മമ്മ ഇതേ ബ്ലൂ ജീൻസ് എടുത്തിട്ടുണ്ടെന്ന് അതിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പം മമ്മ പറയുന്നു മമ്മയ്ക്ക് ഇത് ഭയങ്കര കംഫർട്ടാണ്, മമ്മയ്ക്ക് ബ്ലൂ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം അങ്ങനെ വാവാറ്റയും മമ്മയും അടിപൊളിയായിട്ടുള്ള കാർഗോ ജീൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പോയിട്ട് ബില്ല് ചെയ്തിട്ട് വരാം.